കൊല്ലം കരുനാഗപ്പള്ളിയിൽ CPM-ൽ പൊട്ടിത്തെറിയിൽ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഇടപെടൽ. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്ഥലത്ത് എത്തി. ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. പ്രവർത്തകരുടെ പരസ്യ പ്രതിഷേധം മുഖ്യ ചർച്ചയാകും. കരുനാഗപ്പള്ളിയിലെ വിഭാഗീയത ചർച്ച ചെയ്യുമെന്ന് MV ഗോവിന്ദൻ മാധ്യമങ്ങളെ അറിയിച്ചു. ആദ്യം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. നിരവധി പ്രശ്നങ്ങളുണ്ടായിരിക്കണം. ആവശ്യങ്ങൾ ചർച്ച ചെയ്യുമോ? അതിലെന്തെങ്കിലും ചർച്ച ഉണ്ടാവുമോ? ആ വിഷയം ചർച്ചയാകുമെന്ന് തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, കരുനാഗപ്പള്ളിയിലാണ് CPM-ൻ്റെ വനിതാ പ്രവർത്തകർ പരസ്യമായി രംഗത്തിറങ്ങിയത്. CPM-ൻ്റെ പ്രാദേശിക ഘടകങ്ങളിൽ പ്രത്യേകിച്ചും ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ ഒക്കെയായി സ്ത്രീകളോട് വളരെ മോശമായി പെരുമാറുന്നവർ വീണ്ടും നേതാക്കളായി വരുന്നതിനെതിരെ സ്ത്രീകൾ പ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധം നടത്തുന്നത്, അവിടെ ഓഫീസിന് മുമ്പിൽ സമരം നടത്തുന്നത് ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വിഷയം ചർച്ച ചെയ്യാനാണ് സംസ്ഥാന സെക്രട്ടറി ഇന്ന് കൊല്ലത്തേക്ക് എത്തിയിട്ടുള്ളത്. അവിടെ അടിയന്തര നേതൃയോഗം, സെക്രട്ടേറിയറ്റ് യോഗവും ജില്ലാ കമ്മിറ്റി യോഗവും ഒക്കെ ചേരുന്നുണ്ട്. അതുമാത്രമല്ല, CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നതും കൊല്ലത്താണ്. MV ഗോവിന്ദൻ്റെ വാക്കുകളിൽ നിന്നും ഈ വിഷയം CPM വളരെ ഗൗരവത്തോടെ കാണുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? മനോജ്. തീർച്ചയായും വിനോദ്, കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു പരസ്യ പ്രതിഷേധം, അതിലെ ആ വനിതാ പ്രവർത്തകരുടെ വാക്കുകളൊക്കെ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് നേതാക്കൾക്കെതിരെ ഉന്നയിക്കുന്നത്. പരസ്യമായ ഒരു പ്രതിഷേധം, അത് ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിലേക്ക് അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. അത്തരത്തിൽ ഒരു കടുത്ത പ്രതിഷേധത്തിലേക്ക് പ്രവർത്തകർ പോയിരിക്കുന്നു എന്നുള്ളതാണ്. അതിനെ തുടർന്നാണ് സംസ്ഥാന സെക്രട്ടറി തന്നെ ഇന്ന് നേരിട്ട് ജില്ലയിലെത്തി ഈ യോഗങ്ങൾക്ക്, അടിയന്തര യോഗങ്ങൾക്ക് സാന്നിധ്യം നൽകുന്നത്. എന്തായാലും അതിൽ കൃത്യമായും ഒരു നടപടി ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ്. നേരത്തെ തന്നെ ആരംഭിച്ച ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അടുത്തതായി ജില്ലാ കമ്മിറ്റി യോഗമാണ് ചേരുന്നത്. ഇതിൽ എല്ലാ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ തുടർന്നിരുന്ന ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഓരോ വിഭാഗം, അതായത് ഈ പ്രവർത്തകരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ തന്നെ വാക്കുകൾ ഉയർന്നിരുന്നു. ഇതിൽ അച്ചടക്ക ലംഘനം നടത്തി എന്നുള്ളതാണ്. ഈ പ്രവർത്തകർ ഭാരവാഹിത്വത്തിൽ ഇരിക്കുന്നവരൊക്കെ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് പാർട്ടിക്കെതിരെ ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി ഇറങ്ങി എന്നുള്ള കാര്യം തന്നെയാണ്. അതിൽ അച്ചടക്ക ലംഘനം നടത്തിയവരെ ഇനി പാർട്ടിയിൽ വെച്ച് പൊറുപ്പിക്കേണ്ടതില്ല എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് ഭൂരിപക്ഷം ഈ ജില്ലാ സെക്രട്ടേറിയറ്റിലുള്ള അംഗങ്ങളും ഉയർത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ ഇവർ ഉയർത്തിയ പരാതികൾ അന്വേഷിക്കണമെന്നും ഒരു വിഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും സംസ്ഥാന സെക്രട്ടറി ഇന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ നമുക്ക് മനസ്സിലാകും, ഇതിൽ കൃത്യമായൊരു നടപടി ഉണ്ടാകേണ്ടതുണ്ട്. കാരണം ഇനി വരുന്നത് സംസ്ഥാന സമ്മേളനമാണ്. അതുകൊണ്ട് എത്തരത്തിലുള്ള നടപടിയാകുമെന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു. ഇനി ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞിരിക്കുന്നു. ജില്ലാ കമ്മിറ്റി യോഗം കഴിഞ്ഞ ശേഷം ഈ നേതാക്കൾ ഓരോരുത്തരായി പുറത്തു വരും. അവരുടെ പ്രതികരണം തേടേണ്ടതുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലൊരു ക്ഷീണം തന്നെയാണ്. കാരണം കരുനാഗപ്പള്ളിയിൽ നേരത്തെ തന്നെ ലോക്കൽ സമ്മേളനങ്ങളിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നടന്നിരുന്നു. ഈ തർക്കങ്ങൾ തുടർന്ന് പല ലോക്കൽ സമ്മേളനങ്ങളും നടത്താൻ പറ്റാതെ അങ്ങനെ ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനൊക്കെ പിന്നാലെ തന്നെ നേതൃത്വം നിർദ്ദേശം നൽകുന്നു, എത്രയും വേഗം ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തീകരിക്കണമെന്നുള്ള നിർദ്ദേശം. അതുപ്രകാരം ഈ ലോക്കൽ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നു. പക്ഷേ അവിടെ എത്തിയ സംസ്ഥാന കമ്മിറ്റി നേതാക്കളെ വരെ ഈ ഹാളിനുള്ളിൽ പൂട്ടിയിട്ട് അവിടെയുള്ള വനിതാ പ്രവർത്തകരടക്കം പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തു വന്നത്. അതിന് പിന്നാലെ ഈ ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിലേക്ക് ഒരു പരസ്യ പ്രതിഷേധവുമായി പ്രവർത്തകരെത്തുന്നു. വനിതാ പ്രവർത്തകരാണ് ഇതിൽ കൂടുതലും ആരോപണങ്ങൾ, അതായത് നേതാക്കൾക്കെതിരെ ആരോപണങ്ങൾ, പരാതികൾ നൽകിയിട്ടുണ്ടായിരുന്നു. പരാതികൾക്ക് പരിഹാരമില്ല, സംസ്ഥാന നേതൃത്വം അടക്കം ഇടപെടുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ നേതാക്കളൊക്കെ പുറത്തേക്ക് വരും. ഏത് തരത്തിലുള്ള നടപടിയാണ്, കൂടുതലായും ഈ പ്രതിഷേധിച്ച പ്രവർത്തകർക്ക് നേരെയാണ് നടപടി എടുക്കുന്നതെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം പോസ്റ്ററുകൾ വന്നിരുന്നു, അതിന് പിന്നാലെ പരസ്യമായി പ്രതിഷേധം നടന്നിരുന്നു. ഇനി അവർക്ക് നേരെ തന്നെ വീണ്ടും നടപടി എടുക്കുകയാണെങ്കിൽ എത്തരത്തിലാണ് പ്രവർത്തകർ പ്രതികരിക്കുക എന്നുള്ളതാണ്. എന്തായാലും സംസ്ഥാന സമ്മേളനം വരാനിരിക്കെ നേരത്തെ തന്നെ ഈ പ്രവർത്തകർക്കൊക്കെ ഇവിടെ സംസ്ഥാന സെക്രട്ടറി നേരിട്ട് മുൻപ് തന്നെ എത്തിയിരുന്നു സംസ്ഥാന സമ്മേളനത്തിൻ്റെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട്. അത് കഴിഞ്ഞ ശേഷം വീണ്ടും ഇത്തരത്തിൽ പ്രശ്നങ്ങളിലേക്ക് പോകുകയാണ് എന്ന് കണ്ടതോടുകൂടി തന്നെയാണ്, ഈ കൈവിട്ട് പോകുന്നു എന്ന് കണ്ടതോടുകൂടി തന്നെയാണ് ഇവിടേക്ക് വീണ്ടും ഈ അടിയന്തര യോഗങ്ങളിൽ പങ്കെടുക്കാൻ അദ്ദേഹം എത്തിയത്. എന്തായാലും ഈ ഒരു നടപടിയിലേക്ക് പോകുകയാണെങ്കിൽ അത് കൃത്യമായും ഒരു വിഭാഗം പ്രവർത്തകരെ അതിർത്തിയിലാക്കുമെന്നതിൽ മാറ്റമില്ല. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു പ്രതിഷേധത്തിലെ വാക്കുകളൊക്കെ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ ഗൗരവപരമായിട്ടുള്ള ആരോപണങ്ങൾ, അത് നേതാക്കൾക്കെതിരെ, അതായത് നേതൃസ്ഥാനത്തേക്ക് വീണ്ടും പരിഗണന
പരിഗണിക്കുന്നവർ ഇത്തരത്തിൽ പലതരത്തിൽ തങ്ങൾ പരാതി കൊടുത്തിരുന്നു. പക്ഷേ അവരെയൊന്നും ആ പരാതികളൊന്നും തന്നെ സ്വീകരിക്കുന്നില്ല. അതോടൊപ്പം പ്രവർത്തകരെ അവഗണിക്കുന്ന ഒരു നിലപാടാണ് നേതൃത്വം സ്വീകരിച്ചത് എന്നുള്ളതാണ്. അതിനുശേഷം തന്നെയാണ് ഇത്തരത്തിൽ ലോക്കൽ സമ്മേളനങ്ങളിൽ വരെ ആരോപണ വിധേയരായിട്ടുള്ള നേതാക്കളെ ഉൾപ്പെടെ വീണ്ടും പരിഗണിക്കുന്നു, അവരെ വീണ്ടും മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഏകാധിപത്യമാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ചിലരുടെ താല്പര്യങ്ങളാണ് പാർട്ടിക്കുള്ളിൽ നടന്നു പോകുന്നത് എന്നുള്ള ആരോപണങ്ങൾ, ഇത്രയും ശക്തമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം പോലീസൊക്കെ ഈ ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ കാവൽ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായി. കാരണം സ്വന്തം പാർട്ടിയിലെ പ്രവർത്തകർ തന്നെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തുന്നു. അവിടെ സംരക്ഷണത്തിനായി പോലീസ് എത്തേണ്ട സാഹചര്യമാണ് എന്നുള്ളതാണ്. എന്തായാലും അതിനെ തുടർന്ന് പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടായിരിക്കുന്നു. കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സമ്മേളനം നല്ല രീതിയിൽ നടത്തേണ്ടതുണ്ട്. അതിന് ജില്ലാ കമ്മിറ്റിയൊക്കെ തന്നെ സജീവമായിരുന്നാൽ മാത്രമേ സമ്മേളനം നന്നായി നടക്കുകയുള്ളൂ എന്നുള്ളതാണ്. ആ ജില്ലയിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് CPM-നെ കൂടുതൽ പ്രതിസന്ധിയിലേക്കാക്കുകയാണ്. അതെ, CPM-ൽ വലിയ പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. കരുനാഗപ്പള്ളിയിലാണ് വിഭാഗീയ CPM-ൽ ഉടലെടുത്തിട്ടുള്ളത്. സ്ത്രീകളടക്കമുള്ള ആളുകൾ സേവ് CPM എന്നുള്ള പേരിൽ പരസ്യമായ പ്രകടനവുമായി രംഗത്ത് വന്നു. CPM-ൻ്റെ നേതൃനിരയിലേക്ക് എത്തുന്നവരുടെ സ്വഭാവ ദൂഷ്യത്തിൽ ആരോപണം ഉന്നയിച്ചാണ് പ്രവർത്തകർ രംഗത്ത് വന്നത്. ഇതേ തുടർന്നാണ് സംസ്ഥാന സെക്രട്ടറി കൊല്ലത്ത് അടിയന്തര യോഗം ചേരാനായി അങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മനോജ്.